നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ BS രാജേഷ്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. സൗദി അറേബ്യയിൽ ആയുധം വിൽക്കാനെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് $142 ബില്യൺ ആയുധ കരാറിൽ സൗദി അറേബ്യയുമായി ഒപ്പുവെച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ വിൽപ്പന കരാറെന്ന് വൈറ്റ് ഹൗസ്. സൗദിയിൽ വെച്ച് ട്രംപ് സിറിയയുടെ പുതിയ നേതാവ് അഹമ്മദ് അൽ ഷറയുമായി കൂടിക്കാഴ്ച നടത്തും. സിറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നിർത്തലാക്കാൻ ഉത്തരവിടുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഉക്രൈനിലെ ധാതു സമ്പത്ത് എഴുതി വാങ്ങിയതുപോലെ ട്രംപ് സിറിയയിൽ കണ്ടുവച്ചിരിക്കുന്നത് എന്താണെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനത്തിനിടെ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പിട്ട കരാറുകളുടെ ആകെ മൂല്യം $30,000 കോടി എന്ന് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വീണ്ടും പാക് പ്രകോപനം. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ പുറത്താക്കി. ഉദ്യോഗസ്ഥനോട് 24 മണിക്കൂറിനകം രാജ്യം വിടാൻ നിർദ്ദേശം നൽകി പാക് ഭരണകൂടം. വ്യാഴാഴ്ച തുർക്കിയിൽ നടക്കുന്ന ചർച്ചകളിൽ റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ ധാരണയായില്ലെങ്കിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ. 30 ദിവസത്തെ വെടിനിർത്തലിന് മോസ്കോ സമ്മതിച്ചില്ലെങ്കിൽ പുതിയ ഉപരോധങ്ങൾ കൊണ്ടുവരുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി വൈറ്റ് ഹാളിലെ പ്രധാന സർക്കാർ കെട്ടിടങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനമെടുത്ത് സ്റ്റാർമർ സർക്കാർ. ലണ്ടനിലെ 12,000 സിവിൽ സർവീസ് ജോലികൾ ഒഴിവാക്കും. ആയിരക്കണക്കിന് തസ്തികകൾ നഗരത്തിന് പുറത്തേക്ക് മാറ്റും. CBSE 10-12 ക്ലാസ് പരീക്ഷയിൽ UAEയിലെ സ്കൂളുകൾക്ക് തിളക്കമാർന്ന വിജയം. 2 പരീക്ഷകളിലും ദേശീയ ശരാശരിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതിന്റെ സന്തോഷത്തിൽ UAEയിലെ സ്കൂളുകൾ. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാഷ്ട്രപതി ഭവനിൽ വച്ചായിരുന്നു സത്യപ്രതിജ്ഞ. വാർത്തകൾ വിശദമായി. സൗദി അറേബ്യയിൽ ആയുധം വിൽക്കാനെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിരാശനാകേണ്ടി വന്നില്ല. $142 ബില്യൺ ആയുധ കരാറിൽ അമേരിക്കയും സൗദി അറേബ്യയും ഒപ്പുവെച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ വിൽപ്പന കരാറെന്ന് വൈറ്റ് ഹൗസ് ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തു. സൗദി അറേബ്യയുടെ മുഹമ്മദ് ബിൻ സൽമാനുമായും ട്രംപ് നിർണായക കൂടിക്കാഴ്ച നടത്തി. ഡൊണാൾഡ് ട്രംപിൻ്റെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 4 ദിവസത്തെ നയതന്ത്ര പര്യടനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ കരാറുകൾ നേടാനും ട്രംപിൻ്റെ വിദേശ നയത്തിൻ്റെ നേട്ടങ്ങൾ എടുത്തു കാണിക്കാനും വൈറ്റ് ഹൗസ് നടത്തുന്ന കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ വിജയിച്ചുവെന്ന് സൂചന. സൗദി അറേബ്യയിൽ വെച്ച് ട്രംപ് സിറിയയുടെ പുതിയ നേതാവ് അഹമ്മദ് അൽ ഷറയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. 2024 ബഷർ അൽ അസദിനെ അട്ടിമറിക്കാൻ സഹായിച്ച മുൻ വിമത കമാൻഡറാണ് അഹമ്മദ് അൽ ഷറ. 2000 ബിൽ ക്ലിന്റൺ ജനീവയിൽ അന്തരിച്ച നേതാവ് ഹഫീസ് അൽ അസദുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഒരു US പ്രസിഡന്റും ഒരു സിറിയൻ നേതാവും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണിത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സന്ദർശനത്തിനിടെ അമേരിക്കയും സൗദിയും തമ്മിൽ ഒപ്പിട്ട കരാറുകളുടെ ആകെ മൂല്യം $30,000 കോടി. സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം. അവശേഷിക്കുന്ന കരാറുകൾ കൂടി പൂർത്തിയാകുന്നതോടെ സംയുക്ത നിക്ഷേപങ്ങളുടെ മൂല്യം $1 ലക്ഷം കോടി ആകും. സന്ദർശനത്തിൻ്റെ ആദ്യ ദിവസം നിരവധി കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഉഭയകക്ഷി സാമ്പത്തിക പങ്കാളിത്ത രേഖയിലുമാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ട്രംപിൻ്റെയും സൽമാൻ രാജകുമാരൻ്റെയും അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച നടന്ന സൗദി US ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറത്തിനിടയിലായിരുന്നു ഒപ്പിടൽ. സൗദി സായുധ സേനയെ വികസിപ്പിക്കുന്നതിനും ആധുനികവൽക്കരിക്കുന്നതിനുമാണ് പ്രധാന കരാർ. സൗദി അറേബ്യയിൽ വെച്ച് സിറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നീക്കാനുള്ള പദ്ധതികളും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. സിറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നിർത്തലാക്കാൻ താൻ ഉത്തരവിടും. അവർക്ക് മഹത്വത്തിലേക്ക് ഒരുങ്ങാനുള്ള അവസരം നൽകുന്നതിന് അവർക്ക് തിളങ്ങാനുള്ള സമയമാണിതെന്നും ട്രംപ് ചൊവ്വാഴ്ച റിയാദിൽ നടന്ന നിക്ഷേപ ഫോറത്തിൽ പറഞ്ഞു. അഹമ്മദ് അൽ ഷറയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൗസ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നത്. സിറിയൻ എണ്ണ ലഭ്യത, പുനർനിർമ്മാണ കരാറുകൾ, ഡമാസ്കസിൽ ഒരു ട്രംപ് ടവർ നിർമ്മിക്കൽ എന്നിവ ഉപരോധ ഇളവുകൾക്കായി ട്രംപ് അൽ ഷറയോട് ആവശ്യപ്പെടുമെന്നാണ് സൂചന. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനം കൂടി അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Z കാറ്റഗറി സുരക്ഷയാണ് നിലവിൽ ജയശങ്കറിനുള്ളത്. CRPF ആണ് നിലവിൽ സുരക്ഷ ഒരുക്കുന്നത്. 2024 ഒക്ടോബറിലാണ് ജയശങ്കറിന്റെ സുരക്ഷ Y വിഭാഗത്തിൽ നിന്നും Z മാറ്റിയത്. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ പുറത്താക്കി. വീണ്ടും പ്രകോപനം. ഉദ്യോഗസ്ഥനോട് 24 മണിക്കൂറിനകം രാജ്യം വിടാനാണ് പാക് ഭരണകൂടം നിർദ്ദേശം നൽകിയത്. പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയതിന് പിന്നാലെയാണ് നടപടി. പാക് ഉദ്യോഗസ്ഥൻ ഉടൻ രാജ്യം വിടണമെന്ന് ഇന്ത്യയെ നിർദ്ദേശിച്ചിരുന്നു. പദവിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനാണ് ഇന്ത്യ ഉദ്യോഗസ്ഥനെ പുറത്താക്കിയത്. വ്യാഴാഴ്ച തുർക്കിയിൽ നടക്കുന്ന നിർണായക ചർച്ചകളിൽ റഷ്യൻ ഉക്രൈൻ വെടിനിർത്തൽ യാഥാർത്ഥ്യമായില്ലെങ്കിൽ
റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് യൂറോപ്യൻ നേതാക്കൾ വ്യക്തമാക്കുന്നു. 30 ദിവസത്തെ വെടിനിർത്തലിന് മോസ്കോ സമ്മതിച്ചില്ലെങ്കിൽ യൂറോപ്പ് പുതിയ തരം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞു. ഇക്കാര്യത്തിൽ അമേരിക്ക എന്ത് നിലപാടെടുക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് തങ്ങൾ പരിഗണിക്കില്ലെന്നും മാക്രോൺ സൂചിപ്പിച്ചു. ഉക്രൈനിൽ സമാധാനമുണ്ടായില്ലെങ്കിൽ പുതിയ യൂറോപ്യൻ ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസും റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി. 2022 ഫെബ്രുവരിയിൽ പുടിൻ ഉക്രൈൻ ആക്രമിച്ച ശേഷം ഇതുവരെ യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരെ ഇതിനകം 16 റൗണ്ട് ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയത്. തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി വൈറ്റ് ഹാളിലെ പ്രധാന സർക്കാർ കെട്ടിടങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനമെടുത്ത് യുകെയിലെ കെയർ സ്റ്റാർമർ സർക്കാർ. ലണ്ടനിലെ 12,000 സിവിൽ സർവീസ് ജോലികൾ ഒഴിവാക്കാനും ആയിരക്കണക്കിന് മറ്റ് തസ്തികകൾ യുകെയിൽ ലണ്ടന് പുറത്തുള്ള നഗരങ്ങളിലേക്ക് മാറ്റാനും ശ്രമങ്ങൾ നടക്കുകയാണ്. നയങ്ങൾ ബാധിക്കപ്പെടുന്ന സമൂഹത്തിലേക്ക് സർക്കാർ സേവനം എത്തുക എന്ന ലക്ഷ്യവുമായി 5 വർഷത്തിനുള്ളിൽ എല്ലാ മുതിർന്ന സിവിൽ സർവീസുകാരുടെയും ആസ്ഥാനം 50% ലണ്ടന് പുറത്തായിരിക്കണമെന്നാണ് ലക്ഷ്യമെന്ന് ക്യാബിനറ്റ് ഓഫീസ് മന്ത്രി പാറ്റ് മക്ഫാഡൻ പറഞ്ഞു. 102 പെറ്റി ഫാൻസിയിലെ നീതിന്യായ മന്ത്രാലയത്തിൻ്റെയും വിക്ടോറിയ സ്ട്രീറ്റിലെ ആരോഗ്യ സാമൂഹിക പരിപാലന വകുപ്പിൻ്റെയും വെസ്റ്റ്മിൻസ്റ്റർ ഓഫീസുകളും കാക്സ്റ്റൺ ഹൗസിലെ വർക്ക്സ് ആൻഡ് പെൻഷൻ വകുപ്പും മറ്റ് 8 സെൻട്രൽ ലണ്ടൻ കെട്ടിടങ്ങളും അടച്ചുപൂട്ടും. അവരുടെ ജീവനക്കാരെ സർക്കാർ എസ്റ്റേറ്റിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് മാറ്റാനും തീരുമാനമായിട്ടുണ്ട്. ഇനി ഗൾഫ് ന്യൂസ്. പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് UAE ബ്ലൂ റെസിഡൻസി വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനായി 180 ദിവസത്തെ മൾട്ടിപ്പിൾ എൻട്രി പെർമിറ്റ് അനുവദിക്കാൻ UAE പുറത്തുള്ള ആളുകൾക്ക് ഈ പെർമിറ്റിനായി ഇപ്പോൾ അപേക്ഷിക്കാം. 10 വർഷത്തെ കാലാവധിയുള്ള ബ്ലൂ റെസിഡൻസി വിസ പരിസ്ഥിതി പ്രവർത്തകരായ വിദേശികൾക്ക് UAE ദീർഘകാലം താമസിക്കാൻ അവസരം നൽകുന്നൊരു പ്രത്യേക വിസയാണ്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് ഇപ്പോൾ ഈ 180 ദിവസത്തെ മൾട്ടിപ്പിൾ എൻട്രി പെർമിറ്റ് അനുവദിക്കുന്ന കാര്യം അറിയിച്ചത്. CBSE 10-12 ക്ലാസ് പരീക്ഷകളിൽ UAE സ്കൂളുകൾക്ക് തിളക്കമാർന്ന വിജയം. 2 പരീക്ഷകളിലും ദേശീയ ശരാശരിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായ സന്തോഷത്തിലാണ് ഗൾഫിലെ സ്കൂളുകൾ. കഴിഞ്ഞ ദിവസമാണ് റിസൾട്ട് പ്രഖ്യാപിച്ചത്. എല്ലാ വിഷയങ്ങളിലും A1 ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും 100% വിജയം കൈവരിച്ച സ്കൂളുകളുടെ എണ്ണത്തിലും ഇത്തവണ വർധനവുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ 26 രാജ്യങ്ങളിലായുള്ള 256 സ്കൂളുകളിൽ 106 എണ്ണവും UAE-യിലാണ്. അവയുടെ വിജയം 95.01%. ദുബൈയിൽ 18 വയസ്സിന് താഴെയുള്ള കൗമാരക്കാരായ ആൺകുട്ടികൾക്ക് പുനരധിവാസ കേന്ദ്രം തുറന്നു. ദുബൈയിൽ ആദ്യമായാണ് ഇത്തരമൊരു കേന്ദ്രം ആരംഭിക്കുന്നത്. അവഗണനയോ ആക്രമണമോ നേരിടുന്ന 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ മാനസികവും ശാരീരികവുമായ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് അധികൃതരുടെ ലക്ഷ്യം. എമിറേറ്റിലെ പൗരന്മാരുടെയും താമസക്കാരുടെയും മക്കളെ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കാം. ഇങ്ങനെ പ്രവേശിപ്പിക്കുന്ന ഓരോ കുട്ടിയും ഏതുതരം പീഡനമാണ് നേരിട്ടെന്ന് തിരിച്ചറിയാനായി സമഗ്രമായ വിലയിരുത്തലുണ്ടാകും. ഈ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്കായി ഒരു സംരക്ഷണ പദ്ധതിയും അവതരിപ്പിക്കും. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ന്യൂസ്. പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഒരു BSF ജവാന് കൂടി വീരമൃത്യു. മെയ് 9 പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന രാംബാബു പ്രസാദാണ് മരിച്ചത്. സിവാൻ ജില്ലയിലെ ഗൗതം ബുദ്ധ നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വാസിപൂർ ഗ്രാമത്തിലെ താമസക്കാരനാണ് രാംബാബു. ഔദ്യോഗിക ബഹുമതികളോടെ നാളെ സംസ്കാരം നടക്കും. സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാവിലെ 10 മണിയോടെ രാഷ്ട്രപതി ഭവനിൽ വച്ചായിരുന്നു സത്യപ്രതിജ്ഞ. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജസ്റ്റിസ് KG ബാലകൃഷ്ണന് സമീപം ദളിത് വിഭാഗത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസാകുന്ന 2ാമത്തെ ന്യായാധിപനാണ് ജസ്റ്റിസ് BR ഗവായ്. ഇന്ത്യയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസാണ്. ഇലക്ടറൽ ബോണ്ട് കേസ്, ബുൾഡോസർ രാജിനെതിരായ വിധി എന്നിവയടക്കം സുപ്രധാനമായ വിധിന്യായങ്ങളുടെ ശ്രദ്ധേയനായ അദ്ദേഹം മുൻ കേരള ഗവർണറായിരുന്ന RS ഗവായിയുടെ മകനാണ്. ഈ വർഷം നവംബർ 23 വരെ ജസ്റ്റിസ് BR ഗവായ് ചീഫ് ജസ്റ്റിസായി തുടരും. പാകിസ്ഥാൻ ഭീകരതയുടെ പ്രഭവ കേന്ദ്രമാണെന്ന കാര്യം ആഗോള സമൂഹം അംഗീകരിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ. ഭാരതത്തിൻ്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. സ്വയം പ്രതിരോധിക്കാനും രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കാനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത വിദേശ നേതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു. ആണവരാജ്യമെന്ന പാകിസ്ഥാന്റെ ഭീഷണിയിൽ ഭാരതം ഒരിക്കലും ഭയക്കില്ല, ഭീകരവാദം നടത്താനും അനുവദിക്കില്ല. ഇതാണ് ഭാരതത്തിൻ്റെ നിലപാടെന്നും ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. ഇനി കേരള ഹൈലൈറ്റ്സ്. പുതിയ DCC പ്രസിഡന്റുമാരെയും KPCC ഭാരവാഹികളെയും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടാൻ എല്ലാ ജില്ലകളിലും AICCയുടെ മറുനാടൻ നിരീക്ഷകരെത്തുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 3 നിരീക്ഷകർ വീതം ഏതാണ്ട് ഒരേ സമയത്ത് 14 ജില്ലകളിലും അയച്ച് പ്രാദേശിക നേതാക്കളുടെ അഭിപ്രായം ആരായുകയാണ് നീക്കം. 30 ദിവസത്തിനകം തീരുമാനമെടുക്കേണ്ടതിനാൽ ഉടൻ തന്നെ നടപടികളുണ്ടാകും. DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 5 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി AICCക്ക് സമർപ്പിക്കും. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ച് ഹൈക്കമാൻഡ് ഇതിൽ നിന്നും
ഒരു പേരിലേക്ക് എത്തും. കേരളത്തിലെ 2 ഡിവിഷനുകളിലെ എം പിമാരെ പങ്കെടുപ്പിച്ച് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് നടത്തുന്ന യോഗം 15-നും 16-നും നടക്കും. വളരെ നിർണായകമായ ഈ യോഗത്തിലേക്ക് കേരളത്തിലെ 29 എം പിമാരടക്കം 36 എം പിമാർക്ക് ക്ഷണമുണ്ട്. 15-ന് പാലക്കാട്ടും 16-ന് തിരുവനന്തപുരത്തുമാണ് യോഗം നടക്കുക. മെമു സർവീസ് അടക്കം കേരളത്തിൻ്റെ പൊതു റെയിൽവേ ആവശ്യങ്ങൾ എം പിമാർക്ക് റെയിൽവേക്ക് മുന്നിൽ പറയാനുള്ള പ്രധാന വേദി കൂടിയാണിത്. റെയിൽവേ അധികൃതർ മുമ്പ് നടത്തിയ പല ഉറപ്പുകളും പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് മറ്റൊരു വശം. എം പിമാർ സമ്മതം നടത്തിയാൽ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടും, അല്ലെങ്കിൽ കേരളത്തിലെ യാത്രക്കാരുടെ കാത്തിരിപ്പ് ഇനിയും നീളുമെന്നാണ് വിമർശകർ ഉന്നയിക്കുന്നത്. ഇനി UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 113.46 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.33 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 95.44 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ. ഇനി സ്പോർട്സ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് മടങ്ങുന്ന കാര്യത്തിൽ താരങ്ങൾക്ക് വ്യക്തിപരമായും തീരുമാനമെടുക്കാമെന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ. മത്സരങ്ങൾ മെയ് 17 ആരംഭിക്കാനിരിക്കെ മടങ്ങിപ്പോയ വിദേശ താരങ്ങളെല്ലാം തിരിച്ചെത്തുമോ എന്ന ആശങ്കയിലാണ് ഫ്രാഞ്ചൈസികൾ. ജൂൺ 11 ആരംഭിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് മുമ്പായി താരങ്ങൾ ടീമിനൊപ്പം ചേരണമെന്ന് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് നിർദ്ദേശിച്ചു. ജോഷ് ഹേസൽവുഡും മിച്ചൽ സ്റ്റാർക്കും IPL മടങ്ങിയെത്താൻ സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ട്. മെയ് 25 അവസാനിക്കേണ്ടിയിരുന്ന ടൂർണമെൻറ്റ് പുതിയ മത്സരക്രമം അനുസരിച്ച് ജൂൺ 3 തീരുക. KCE സംഘടിപ്പിക്കുന്ന പിങ്ക് T20 ചലഞ്ചേഴ്സ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ പേഴ്സിനും സഫേറിനും ജയം. പേഴ്സ് 18 റൺസിന് ആംബറിനെ തോൽപ്പിച്ചപ്പോൾ റൂബിക്കെതിരെ 5 വിക്കറ്റിനായിരുന്നു സഫേറിൻ്റെ വിജയം. റൂബിക്ക് വേണ്ടി വിനയ സുരേന്ദ്രൻ 3 വിക്കറ്റ് വീഴ്ത്തി. വിജയത്തോടെ സഫയർ പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തെത്തി. മറുവശത്ത് കളിച്ച 8 മത്സരങ്ങൾ തോറ്റാണ് ടീം റൂബിയുടെ മടക്കം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൗദി അറേബ്യയിൽ ആയുധം വിൽക്കാനെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് $142 ബില്യൺ ആയുധ കരാറിൽ സൗദി അറേബ്യയുമായി ഒപ്പുവെച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ വിൽപ്പന കരാറെന്ന് വൈറ്റ് ഹൗസ്. സൗദിയിൽ വെച്ച് ട്രംപ് സിറിയയുടെ പുതിയ നേതാവ് അഹമ്മദ് അൽ ഷറയുമായി കൂടിക്കാഴ്ച നടത്തും. സിറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നിർത്തലാക്കാൻ ഉത്തരവിടുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഉക്രൈനിലെ ധാതു സമ്പത്ത് എഴുതി വാങ്ങിയതുപോലെ ട്രംപ് സിറിയയിൽ കണ്ടുവച്ചിരിക്കുന്നത് എന്താണെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനത്തിനിടെ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പിട്ട കരാറുകളുടെ ആകെ മൂല്യം $30,000 കോടി എന്ന് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വീണ്ടും പാക് പ്രകോപനം. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ പുറത്താക്കി. ഉദ്യോഗസ്ഥനോട് 24 മണിക്കൂറിനകം രാജ്യം വിടാൻ നിർദ്ദേശം നൽകി പാക് ഭരണകൂടം. വ്യാഴാഴ്ച തുർക്കിയിൽ നടക്കുന്ന ചർച്ചകളിൽ റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ ധാരണയായില്ലെങ്കിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ. 30 ദിവസത്തെ വെടിനിർത്തലിന് മോസ്കോ സമ്മതിച്ചില്ലെങ്കിൽ പുതിയ ഉപരോധങ്ങൾ കൊണ്ടുവരുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി വൈറ്റ് ഹാളിലെ പ്രധാന സർക്കാർ കെട്ടിടങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനമെടുത്ത് സ്റ്റാർമർ സർക്കാർ. ലണ്ടനിലെ 12,000 സിവിൽ സർവീസ് ജോലികൾ ഒഴിവാക്കും. ആയിരക്കണക്കിന് തസ്തികകൾ നഗരത്തിന് പുറത്തേക്ക് മാറ്റും. CBSE 10-12 ക്ലാസ് പരീക്ഷയിൽ UAE സ്കൂളുകൾക്ക് തിളക്കമാർന്ന വിജയം. 2 പരീക്ഷകളിലും ദേശീയ ശരാശരിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതിൻ്റെ സന്തോഷത്തിൽ UAE സ്കൂളുകൾ. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാഷ്ട്രപതി ഭവനിൽ വച്ചായിരുന്നു സത്യപ്രതിജ്ഞ. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.